പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന ചിത്രമാണ് ഒമർ ലുലു കഥ എഴുതി സംവിധാനം ചെയ്ത ഒരു അഡാർ ലവ്. +2 റൊമാൻസാണ്. റൊമാൻസ് മാത്രമല്ല, ഫ്രണ്ട്ഷിപ്പിന് ഏറ്റവും കൂടുതൽ ഡെപ്ത് കൊടുത്തിട്ടുള്ള, എല്ലാവരുടെയും ഒരു നമ്മുടെ സ്കൂൾ ലൈഫിൽ നടന്നിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും എല്ലാം കൊണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടത്തിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു സ്റ്റോറിയാണത്. ഔസേപ്പച്ചൻ മൂവി ഹൗസിൻ്റെ ബാനറിൽ ഔസേപ്പച്ചൻ വള്ളാക്കുഴിയാണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഇടയിലൊരു 4 പേരിൽ ഒരാളാണ്. ഇതിൽ ത്രൂ ഔട്ട് എല്ലാ കോമഡിയും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ കഥാപാത്രവും അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടർ തന്നെയാണ്. മുമ്പ് ചെയ്തിട്ടുള്ളതിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള ക്യാരക്ടറാണ് ഇതിൽ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒമറക്കയുടെ 3ാമത്തെ പടമാണ്. അഡാർ ലവിലെ ഗാനങ്ങളെല്ലാം തന്നെ ഇതിനോടകം ഹിറ്റാണ്. ഈ ചിത്രത്തിന് വേണ്ടി മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാൻ. ചങ്സ് എന്ന സിനിമ പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് സ്ക്രിപ്റ്റിങ്ങിലേക്ക് കുറച്ച് എന്തെങ്കിലും സീൻസ് വല്ലതും ഉള്ളവർക്ക് വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പുള്ളിക്ക് സ്ക്രിപ്റ്റിങ്ങിലേക്ക് കുറച്ച് സീൻസ് എഴുതി. പുള്ളിക്ക് ഇഷ്ടമായി, നീ വാ എന്ന് പറഞ്ഞാൽ അവിടേക്ക് വിളിപ്പിച്ച് വെച്ച് പുള്ളി ചങ്സിൽ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ അഭിനയിക്ക്, നിനക്ക് ചെറിയൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് പുള്ളിയാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്ത് അഭിനയിക്കാൻ പറഞ്ഞത്. ഇപ്പോൾ അഡാർ ലവിലാണെങ്കിലും അതേപോലെ ഇക്ക വന്നു. ഇക്ക നമ്മളെ കൂടിയിരുത്തി ഭയങ്കര സപ്പോർട്ടീവായിട്ട് ഓരോ സീനും കാര്യങ്ങളും എല്ലാം പറഞ്ഞൊരു ഇക്ക. എനിക്കത് ഡൗട്ടാണെന്ന് പറയുമ്പോൾ എല്ലാം പുള്ളി ലൈക്ക് ബ്രദർ എല്ലാം ചെയ്തിരുന്നു. സിനു സിദ്ധാർത്ഥ് DOP ചെയ്തിരിക്കുന്ന ചിത്രത്തിൻ്റെ എഡിറ്റർ അച്ചു വിജയൻ. ഞാൻ ഈ സിനിമയിൽ ഫ്രാൻസിസ് ജെ മണവാള എന്ന ക്യാരക്ടർ ചെയ്യുന്നു. ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ക്ലാസ്സിലും കാണും, എല്ലാ ഒരു ഉടായ്പിനും എല്ലാ വള്ളിക്കേസിനും കാരണമാണെന്ന് വരുത്താൻ. അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് ഫ്രാൻസിസ് ജെ മണവാളൻ എന്ന് പറഞ്ഞാൽ. പ്രിയ വാര്യർ, റോഷൻ, അരുൺ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മാണിക്യമലരായ പൂവി എന്നുള്ള ഗാനത്തിൽ നിങ്ങൾ എന്നെ കണ്ടു കാണും. അതായത് അഡാർ ലവ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുള്ള ഞാനാണ്. അഡാർ ലവിലും എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മാത്യു തന്നെയാണ്. അപ്പം ഈ 14 ഫെബ്, അതായത് വാലന്റൈൻസ് ഡേയിനാണ് പടം ഇറങ്ങുന്നത്. അപ്പം നിങ്ങളെല്ലാവരും കാണണം.